ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രകാശൻ ആകെ തെറ്റിദ്ധാരണയുടെ പുറത്ത് നടക്കുകയാണ്. പ്രകാശന്റെ ധാരണ കാർത്തികയുടെ അമ്മ ലക്ഷ്മിയാണ് എന്ന് താൻ കണ്ടതെന്നൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ആ ലക്ഷ്മിയെ സ്വപ്നം കണ്ടുകൊണ്ട് ഓരോ സ്വപ്നലോകത്ത് എന്ന പോലെ തന്നെയാണ് നടക്കുന്നത് പ്രകാശൻ. അതുപോലെ തന്നെ ലക്ഷ്മിയുടെ വീട് ബാലനും കൂടി കണ്ടുപിടിച്ചിട്ട് അവളെ കാണാനായി പലപ്പോഴായി ആ വീടിന്റെ ഫ്രണ്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ അവളെ ഒരു നോക്ക് കാണാനായിട്ടൊക്കെ. ഇതേ സമയത്ത് ആ ലക്ഷ്മിക്ക്, അതായത് നമ്മുടെ കാർത്തികയുടെ മേഡം എന്ന് പറയുന്ന ലക്ഷ്മിക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് മാറുകയാണ്. ലക്ഷ്മി ഇതെന്താണ് ഇയാളി കാണിക്കുന്നത്? എന്തായാലും ബാലനെ നേരിട്ട് കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ബാലനോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിങ്ങനെ നിൽക്കാണ്. അപ്പോഴായിരിക്കും ബാലൻ സത്യങ്ങൾ പറയുന്നത്. കാർത്തികയുടെ അമ്മയല്ലേ ലക്ഷ്മി, അതുകൊണ്ട് തന്നെ പ്രകാശൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ല ലക്ഷ്മിക്ക്. അതേ സമയത്ത് കാർത്തികയോട് ഈ ഒരു കാര്യം പറയുമ്പോൾ അവൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമാവുകയാണ്. എന്തായാലും മേഡം പേടിക്കേണ്ട, എൻ്റെ അമ്മയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് മേഡത്തിന്റെ അരികിലേക്ക് അങ്ങനെ അയാൾ വരുന്നത്. അപ്പോൾ മേഡം എന്തായാലും എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം, അയാളെ ഒരു 8ന്റെ പണി തന്നെ മേഡം ഒന്ന് കൊടുക്കണമെന്ന് പറയാണ്. അപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ തന്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ മേഡത്തിനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ പറയുകയാണ് ഞാൻ സഹായിക്കാമെന്ന് കാർത്തികയ്ക്ക് വാക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കാർത്തിക പറയുന്ന പ്രകാരം നമ്മുടെ ലക്ഷ്മിയുടെ ഭർത്താവിനെ വിളിച്ചു വരുത്തുകയാണ്. അങ്ങനെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് അതുപോലെ തന്നെ കുറച്ച് ആളുകാരൊക്കെ ചേർന്നിട്ട് പ്രകാശനും നല്ല അടി തന്നെ കൊടുക്കുന്നുണ്ട്. എൻ്റെ ഭാര്യയെ ഇനി നോക്കോടാ, മര്യാദയ്ക്ക് 10-55 വയസ്സൊക്കെ അല്ലേ, മര്യാദയ്ക്ക് നടക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നല്ല അടി തന്നെ കൊടുക്കുകയാണ്. ഇത്രയും വയസ്സും പ്രായമൊക്കെ ആയിട്ട് അവൻ പെണ്ണുങ്ങളെ നോക്കാൻ നടക്കാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവനെ അടിച്ച് ഒരു പരുവക്കട്ടിയായി ഒരു ഭാഗത്ത് ഇടുന്നുണ്ട്. അതേ സമയത്തായിരിക്കും തനിക്ക് അബദ്ധം പറ്റിയതാണെന്നും ഇത് താൻ കല്യാണം കഴിക്കാൻ പോകുന്ന ലക്ഷ്മിയല്ലെന്നും അത് കാർത്തികയുടെ അമ്മയല്ലെന്നും പ്രകാശന് മനസ്സിലാകുന്നത്. എന്തായാലും കിട്ടാനുള്ളത് പ്രകാശൻ എരന്ന് വാങ്ങി മേടിക്കുന്നുണ്ട്. ആ ഒരു ഭാഗം നമുക്ക് ഉടനെ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.